ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മലയാളം സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വേർഡ്സുകളാണ്. അത് ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ് സ്റ്റാർട്ട്. മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറേ വേർഡ്സാണ്. അത് ശരിയാണ്. അത് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ എവിടെ ചേർക്കാം? ദാറ്റ്സ് ട്രൂ. നെക്സ്റ്റ്, ഉറപ്പായും. അവിടെ നമുക്ക് ചേർക്കാം ഫോർ ഷുവർ. തീർച്ചയായും. അതിന് പകരം നമുക്ക് അബ്സല്യൂട്ട്ലി എന്ന് പറയാം. സംശയമില്ല. നോ ഡൗട്ട് എന്ന് പറയാൻ പറ്റും. അത് തന്നെ, അതല്ലെങ്കിൽ കൃത്യമായി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി. അടുത്തത്, പ്രശ്നമില്ല. അത് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ. വിഷമിക്കേണ്ട. നോ വറീസ്. ടെൻഷൻ വേണ്ട. ടേക്ക് ഇറ്റ് ഈസി. അതൊക്കെ മതി. ദാറ്റ്സ് ഫൈൻ. എല്ലാം ഓക്കെ. ഓൾ ഗുഡ്. അടുത്തത്, എനിക്ക് തോന്നുന്നു. അത് വരുമ്പോൾ ഐ തിങ്ക് സോ. നോക്കാം. ലെറ്റ് സി. ആകാം. മേ ബി. സാധ്യതയുണ്ട്. കുഡ് ബി. അർത്ഥമുണ്ട്. മേക്ക് സെൻസ്. ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. ഇറ്റ് മേക്സ് സെൻസ്. നിനക്കറിയാം. യു നോ. യു നോ എന്ന ഈ ഫ്രേസ് നമ്മൾ ഇംഗ്ലീഷ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതിനിടയിൽ അറിയാതെ വന്നു പോകുന്നതാണ്. അത് നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അടുത്തത്, അതിനർത്ഥം. ഐ മീൻ. നെക്സ്റ്റ്, സത്യത്തിൽ. ആക്ച്വലി. ഇതിനിടെ പറഞ്ഞാൽ. ബൈ ദ വേ. വാസ്തവത്തിൽ. ഇൻഫാക്റ്റ്. അടുത്തത്, നിനക്ക് സാധിക്കും. യു ഗോട്ട് ദിസ്. നമ്മളൊരാൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. നിന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. യു ഗോട്ട് ദിസ്. നിനക്ക് സാധിക്കും. മുന്നോട്ട് പോകൂ. കീപ് ഗോയിങ്. പുറകോട്ട് നോക്കുകയേ വേണ്ട, നീ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അതായത് കീപ് ഗോയിങ്. നിന്നെ തന്നെ വിശ്വസിക്കൂ. അത് വരുമ്പോൾ ട്രസ്റ്റ് യുവർ സെൽഫ്. നമ്മൾ അത്രയും വലിയ മലയാളം പറയേണ്ട. നിന്നെ തന്നെ വിശ്വസിക്കൂ. ട്രസ്റ്റ് യുവർ സെൽഫ്. അടുത്തത്, പോസിറ്റീവ് ആയിരിക്കും. ഇത് പലപ്പോഴും അഡ്വൈസ് കൊടുക്കാറുള്ളതാണെന്ന് തോന്നുന്നു. സ്റ്റേ പോസിറ്റീവ് അല്ലെങ്കിൽ ബി പോസിറ്റീവ്. സ്റ്റേ പോസിറ്റീവ്. ഒരിക്കലും കൈവിടരുത്. നെവർ ഗിവ് അപ്പ്. ഒരിക്കലും കൈവിടരുത്. നെവർ ഗിവ് അപ്പ്. നമ്മൾ പറയത്തില്ല ഡോണ്ട് ഗിവ് അപ്പ്. ഉപേക്ഷിക്കരുത്. ഒരിക്കലും കൈവിടരുത്. നെവർ ഗിവ് അപ്പ്. ഇന്നത്തെ ചെറിയ വീഡിയോ, ചെറിയ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാമെങ്കിൽ നമുക്ക് മലയാളം സംസാരിക്കുന്നതിനിടയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ആരോടെങ്കിലും ഓഫീസിലോ അതല്ലെങ്കിൽ പബ്ലിക് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആരോട് സംസാരിച്ചാലും അതിനിടയ്ക്ക് ഈ ചെറിയ ചെറിയ വേർഡ്സുകൾ യൂസ് ചെയ്യുക. ദാറ്റ്സ് ട്രൂ. നോ ഡൗട്ട്. നോ വറീസ്. ഫോർ ഷുവർ. അബ്സല്യൂട്ട്ലി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മുടെ സംസാര ശൈലി തന്നെ മാറും. അപ്പോൾ നമ്മളെ ആരാണോ കേൾക്കുന്നത് അവർക്ക് തോന്നും, ഇവർക്ക് കുറേയൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് എന്ന് വിചാരിക്കും. അതിനുവേണ്ടി നമ്മൾ മൊത്തം ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഈ ചെറിയ ചെറിയ വേർഡ്സുകൾ ചേർത്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുക. അതിന് വിഷമിക്കേണ്ടെന്ന് പറയുമ്പോൾ നോ വറീസ് എന്ന് പറയാം. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഉടനെ അത് സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജിനകത്തൊക്കെ നമുക്ക് പറയാവുന്ന ചെറിയ ചെറിയ വേർഡ്സുകളാണിത്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.